YLFൻ്റെ ഈ രണ്ടാം എഡിഷൻ ആലോചിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ഏതാനും മാസങ്ങൾ മുമ്പേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ സംഘാടകർ അന്ന് സിത്താര എന്ന കോഴിക്കോട്ടെ വീട്ടിൽ ഒരല്പം വിശ്രമ ജീവിതം എന്ന് പറയാവുന്ന തരത്തിൽ, എന്നാൽ വരുന്നവരോടൊക്കെ സംസാരിക്കുകയും അത്യാവശ്യം വായന നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുകയും ചെയ്തിരുന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ എഴുത്തുകാരിലൊരാളായ MT ഉണ്ടായിരുന്നു. അധികം വിശേഷങ്ങൾ വേണ്ട. MT എന്ന് മാത്രം പറഞ്ഞാൽ ആ രണ്ടക്ഷരം കൊണ്ട് 51 അക്ഷരത്തെയും പ്രതിനിധീകരിക്കാനുള്ള കഴിവുള്ള മലയാളത്തിൻ്റെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. YLF തുടങ്ങുന്ന സെഷൻ എന്തായാലും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാവണം എന്നതുകൊണ്ടാണ് ഈ തരത്തിലൊരു സെഷൻ നമ്മളിവിടെ ആലോചിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യത്തെക്കുറിച്ചൊന്നുള്ള ഒരു സംവാദം എന്ന രീതിയിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഓർമ്മ അയവിറക്കിക്കൊണ്ടോ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സാഹിത്യോത്സവം ഇത്തവണ എന്നല്ല, ഇനി ഒരു പക്ഷേ ഏത് കാലത്തും മലയാള ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം നടത്താൻ കഴിയും എന്നതാണ് വസ്തുത. അത്രമേൽ തൻ്റെ സംഭാവനകൾ കഥയിലാവട്ടെ, നോവലിലാവട്ടെ, ലേഖനങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ആവട്ടെ, സിനിമയിലാവട്ടെ, തിരക്കഥയിലാവട്ടെ, ഏത് മേഖലകളിലും അദ്ദേഹം എഴുതിയ കുഞ്ഞ് ലേഖനങ്ങൾ, ഓർമ്മക്കുറിപ്പുകളിൽ പോലും അപാരമായ സാഹിത്യത്തിൻ്റെ സൗന്ദര്യാംശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പൊതുവെ ഒരല്പം കർക്കശക്കാരനൊക്കെ ആയി ആളുകൾ കണ്ട MTയിലെ സ്നേഹത്തെ ആവോളം മനസ്സിലാക്കിയ ആളുകൾ കൂടിയാവും ഈ വേദിയിലിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം വ്യാപരിച്ച പല മേഖലകളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ആളാണ്. ഒന്ന്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ശ്രീ NS മാധവൻ. MT എന്ന പത്രാധിപർ, നമുക്കറിയാം MTയുടെ മറ്റു പലതരത്തിലുള്ള സാഹിത്യ സംഭാവനകൾക്കപ്പുറം പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് MT എന്ന പത്രാധിപരെ കുറിച്ച്. മലയാളത്തിന് പുതിയ ഒരു ഭാവുകത്വം സൃഷ്ടിക്കുന്ന തരത്തിൽ എഴുതുക മാത്രമല്ല, തൻ്റെ രചനാരീതികളുമായി അല്ലെ സൗന്ദര്യ സങ്കല്പവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു പക്ഷെ അതിനെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് വന്ന മലയാളത്തിലെ എഴുത്തുകാർക്ക് മുഴുവൻ തൻ്റെതായ ഇടം കണ്ടെത്തുന്നതിന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവസരം കൊടുത്ത ഒരാൾ കൂടിയാണ് MT എന്ന് നമുക്കറിയാം. ഇപ്പം തീർച്ചയായും NS മാധവനൊക്കെ എഴുതി തുടങ്ങുന്ന അല്ലെങ്കിൽ എഴുതി തെളിഞ്ഞ കാലത്ത് MTയുമായി വലിയ ബന്ധമുണ്ടായിരിക്കണം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ അയവിറക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇത് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരായിരുന്നു NS മാധവൻ MT? ആരായിരുന്നു മലയാളത്തിന് MT എന്ന് അദ്ദേഹം ആദ്യം സംസാരിക്കട്ടെ. നന്ദി ബെന്യാമിൻ. ഈ YLFൻ്റെ ആദ്യത്തെ പരിപാടി മലയാള സാഹിത്യത്തിൻ്റെ ധ്രുവ നക്ഷത്രം എന്ന് തന്നെ വിളിക്കാവുന്ന, എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന, എല്ലാവർക്കും ദിശകൾ പകർന്നിരുന്ന MT വാസുദേവൻ നായർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഉചിതമായൊരു കാര്യമില്ല. അതിന് YLFനെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കട്ടെ. MT എന്ന പത്രാധിപർ ചെയ്തിട്ടുള്ളത് മഹാത്ഭുതങ്ങളാണ്. ഞാൻ സാഹിത്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കാരം, 1960കളുടെ പകുതിയിൽ തുടങ്ങിയ ഒരു പരിഷ്കാരം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കോഴിക്കോട് കൂടെ അടുത്ത് സഹവസിച്ചിരുന്ന അരവിന്ദനെ കൊണ്ട് ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന ഒരു കാർട്ടൂൺ പരമ്പര എഴുതി തുടങ്ങിപ്പിച്ചു. ഇത് ഓർക്കണം, 1960കളുടെ നടുവിലാണ് ലോകത്ത് തന്നെ ഗ്രാഫിക് നോവലുകളോ ഗ്രാഫിക് സാഹിത്യമോ
അത്ര തന്നെ സുപരിചിതമോ ലോകപ്രിയമോ ഒന്നും അല്ലാത്ത ഈ കാലഘട്ടത്തിൽ ആണ് എം ഡി അരവിന്ദിനെ കൊണ്ട് ഒരു കാലഘട്ടത്തിനെ മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ട് ചെറിയ മനുഷ്യരും വലിയ ലോകവും വരപ്പിച്ചത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘനിഷ്ഠത്വത്തിൻ്റെ ഒരു കാരണമാണ്. മറ്റൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ 1950-കളിലും 60-കളിലും 70-കളിലും മലയാളിക്ക് എന്താണ് ഇന്ത്യൻ സാഹിത്യം എന്ന് മനസ്സിലാക്കി കൊടുത്തത് എം ഡി ആണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വഴി എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിന് ഒരു റിപ്പബ്ലിക് ദിന പതിപ്പിറക്കിയിരുന്നു. ഈ റിപ്പബ്ലിക് ദിന പതിപ്പിൽ ഇന്ത്യയിലെ 14 ഭാഷകളിലെയും ശ്രേഷ്ഠമായ കഥകൾ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് പല മലയാളികളും ബനഫൂൽ, വിമൽ മുഖർജി തുടങ്ങി, വിമൽ മിത്ര തുടങ്ങി വളരെയധികം ബംഗാളി എഴുത്തുകാരെയും മറാഠി എഴുത്തുകാരെയും ഗുജറാത്തി എഴുത്തുകാരെയും സിന്ധി എഴുത്തുകാരെ വരെ നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള ഇട നൽകിയത് എം ഡിയാണ്. അതായത് ഇന്ത്യൻ സാഹിത്യത്തിൽ മലയാളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് മലയാളിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതര ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലെ സാഹിത്യത്തിലേക്ക് വാതായനങ്ങൾ തുറന്നിടാൻ എം ഡി എന്ന പത്രാധിപർക്ക് സാധിച്ചു. മൂന്നാമത് അദ്ദേഹം ഒരു വലിയ തലമുറ എഴുത്തുകാരെ കണ്ടെത്തി. എനിക്ക് നിർലജ്ജം പറയാം, എം ഡി എന്നൊരു പത്രാധിപരില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം ഞാനൊരു ആക്സിഡൻ്റൽ എഴുത്തുകാരൻ എന്നൊക്കെ പറയാം. അതായത് 1970-കൾ വരെ 60-കളുടെ മധ്യം വരെ മലയാള ചെറുകഥയുടെ ഒരു സുവർണകാലമായിരുന്നു. എല്ലാ ആഴ്ചയും മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഓരോരോ പുതിയ എഴുത്തുകാർ രംഗത്ത് വന്നു തുടങ്ങി. ഒരാഴ്ച മാധവിക്കുട്ടി രംഗത്ത് വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു അത് പത്രാധിപരുടെ മകളായതുകൊണ്ട് പ്രസിദ്ധീകരിച്ചാണെന്ന്. പക്ഷെ അവരെത്ര വലിയ നിലയിലെത്തി എന്ന് നമുക്ക് പിന്നീട് അറിയാം. പിന്നെ അടുത്ത ആഴ്ച വരുന്നത് ബോംബെയിൽ എവിടെയോ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു എം പി നാരായണപിള്ള ജോർജ് ആറാമൻ്റെ കോടതി എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കഥയുമായിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു സക്കറിയ വരുന്നു, ഉണ്ണി എന്ന കുട്ടി എന്ന കഥയുമായിട്ട്. അങ്ങനെ അതിനിടയിൽ ഒ വി വിജയൻ, കാക്കനാടൻ, അങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ ചെറുകഥയുടെ ഒരു വലിയ വസന്തകാലം എം ഡിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സാധാരണയായിട്ട് നമ്മളൊരു കാര്യം പറയാറുണ്ട്, സാഹിത്യകാരന്മാർ പത്രാധിപർ ആകരുത്. സാഹിത്യകാരന്മാർ പത്രാധിപരാകരുത് എന്ന് പറയുന്നതിന് കാരണം അവർക്ക് മറ്റെഴുത്തുകാരുടെ വളർച്ചയെ തടയാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. വളരെ കുറച്ച് സാഹിത്യകാരന്മാരെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നോക്കിയാൽ സ്റ്റീഫൻ സ്പെല്ലർ, അല്ലെങ്കിൽ അമേരിക്കയിൽ വില്യം ഫോക്നർ തുടങ്ങി വിരലിൽ എണ്ണാവുന്ന സാഹിത്യകാരന്മാർ മാത്രമേ പത്രാധിപരായിട്ടുള്ളൂ. പക്ഷെ എം ഡി പത്രാധിപരായപ്പോൾ എം ഡിക്കുള്ള ഒരു പ്രധാന ഗുണം ചങ്കൂറ്റവും അരക്ഷിതാബോധമില്ലായ്മയുമാണ്. അത് കാരണം എം ഡിക്ക് യഥേഷ്ടം ആർക്കായും അദ്ദേഹം മാതൃഭൂമിയുടെ പേജുകൾ ഉന്നത നിലവാരം പുലർത്തുന്ന അദ്ദേഹത്തിന് ആ കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. ആർക്കായും തുറന്നിടാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഈ 70-കളിലെ ഈ ചെറുകഥയുടെ വസന്തം, 60-കളുടെ ചെറുകഥയുടെ വസന്തം അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ഡിക്ക് ഈ പുതിയ എഴുത്തുകാരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത്. അതിനു വേണ്ടിയാണ് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ചെറുകഥാ മത്സരം തുടങ്ങിയത്. അപ്പം
അപ്പം അന്നത്തെ സാഹിത്യത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എഴുത്തുകാരനാണെങ്കിൽ മാതൃഭൂമിയിൽ എഴുതണം. വളരെ പ്രമുഖരായ എഴുത്തുകാരും മാതൃഭൂമിയിൽ വളരെ വൈകിയെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ എന്നുകൂടി ഓർക്കുക. 21-22 വയസ്സിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ MD പ്രസിദ്ധീകരിച്ചെങ്കിലും അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള വളരെയധികം കവിതകൾ എഴുതുന്ന കവികളെ MD മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതിന് തത്തുല്യമായിട്ട് ലോക സാഹിത്യത്തിൽ നമുക്ക് പറയാവുന്നത് ന്യൂയോർക്കർ എന്ന മാസികയിൽ കഥ പ്രസിദ്ധീകരിക്കുക. ന്യൂയോർക്കറിൽ കഥ വന്നാൽ നിങ്ങളുടെ ജീവിതം നന്നായി. അങ്ങനെയാണ് അതിലാദ്യമായിട്ട് 1950കളിൽ ബോർഹസിൻ്റെ കഥ വന്നപ്പോൾ ലോകം എന്താണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം എന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു ചെറുകഥാ മത്സരം കോളേജ് ഹോസ്റ്റലുകളിലും കോളേജുകളിലും എല്ലാം വലിയ ചർച്ചയായി. എല്ലാവരും കഥ എഴുതി കഥ അയക്കുന്നു. ഇതിൻ്റെ ഒരു ആവേശം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഒരു കഥ എഴുതിക്കൂടാ എന്ന്. അങ്ങനെ ഒരു കഥ എഴുതുകയും അയക്കുകയും അതിന് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അങ്ങനെ MD കണ്ടെത്തിയ ഒരു എഴുത്തുകാരനാണ് ഞാനെന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു മത്സരമില്ലായിരുന്നെങ്കിൽ അത് ക്യാമ്പസുകളിൽ ആവേശം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ പക്ഷേ ഞാൻ എഴുത്തിൻ്റെ വഴിയിൽ പോകില്ലായിരുന്നു. അതാണ് ഇതിന് ശേഷം വളരെയധികം എഴുത്തുകാർ, ഐമനൻ ജോൺ, അതുപോലെ പ്രഭാകരൻ, കൊച്ചുബാവ, സുഭാഷ് ചന്ദ്രൻ വരെയുള്ള ഒരു നീണ്ട തലമുറ മലയാള ചെറുകഥാകൃത്തുക്കളെ കണ്ടെത്തിയ ഒരു വലിയ തുടക്കമാണ് MD 1970 ഈ ചെറുകഥാ മത്സരത്തിലൂടെ സാധ്യമാക്കിയത്. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് മറ്റൊരു രീതിയിലാണ്. ഞാൻ കേരളം വിട്ടുപോവുകയും ഇന്നത്തെ പോലത്തെ ആധുനിക കമ്മ്യൂണിക്കേഷൻ സൗകര്യം മറ്റുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് പുറത്ത്, അതും വലിയ നഗരങ്ങളിലൊന്നും അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ 10 വർഷത്തോളം താമസിക്കുകയും എനിക്ക് ഭാഷയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയും അങ്ങനെ എഴുതാതിരിക്കുകയും നിശബ്ദനാവുകയും ചെയ്യും. അതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ കഥകളും മിക്കവാറും മാതൃഭൂമിയിൽ തന്നെയാണ് വന്നിരുന്നത്. അതിന് 1980 മുതൽക്ക് 80-81 തൊട്ട് 90 വരെയുള്ള ഒരു വലിയ കാലഘട്ടം ഞാൻ നിശബ്ദനായി, ഞാൻ എഴുത്തുകാരനാണെന്നുള്ള കാര്യം മറന്നുപോയൊരു കാലഘട്ടമാണ്. അപ്പം അതിന് ശേഷം ആണ് എനിക്ക് കേരളത്തിൽ ജോലി ലഭിക്കുന്നത്. മലയാള ഭാഷ വീണ്ടെടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്കൊരു കഥ എഴുതാൻ തോന്നി. ഈ കഥ ഞാൻ എഴുതിയ മുൻകാല കഥകളുടെ ശൈലിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻസ് ഒട്ടുമില്ലാതെ പലതവണ തിരുത്തി എഴുതി. ഇത് ശരിയാവില്ല എന്ന് തോന്നി. അവസാനം നല്ല ഓർമ്മയുണ്ട്, ഒരു ദിവസം ധൈര്യം സംഭരിച്ച് തിരിച്ചയക്കാനുള്ള ഒരു കവറുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ജനറൽ പോസ്റ്റ് ഓഫീസിൽ ഞാൻ തന്നെ പോയി, മറ്റാരെയും കാണിക്കാതെ ഞാൻ തന്നെ പോയി MD വാത്തു നേർക്ക് ഈ കഥ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും കഥ തിരിച്ചു വരുമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആഴ്ചയിലത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ഫോറം എന്നൊരു പരിപാടിയുണ്ട്. ഈ സാധനമൊക്കെ അച്ചു നിരത്തിയതിന് ശേഷം ഫോറം പൊട്ടിച്ചിട്ട് അതിൽ 2ാമത്തെ കഥയെ മാറ്റി ഞാൻ അയച്ചു കൊടുത്ത കഥ പ്രസിദ്ധീകരിച്ചു. ഇതാണ് എൻ്റെ ഇതിനാണ് എനിക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന. ഇതിൽ നിന്നാണ് എൻ്റെ സാഹിത്യ ജീവിതം ശരിക്ക് തുടങ്ങുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ 2 നാഴികക്കല്ലുകളിൽ വലിയ പങ്കുവഹിച്ച ഒരു മഹാനായ പത്രാധിപരായിരുന്നു MD. ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം MD എന്ന എഴുത്തുകാരനിലേക്ക് മടങ്ങാം. തികച്ചും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ കൂടിയാണ് NS മാധവൻ സംസാരിച്ചത്. തീർച്ചയായും ആ തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ്. OV വിജയൻ്റെയൊക്കെ കാലം മുതൽ
ഇങ്ങ് സുഭാഷ് ചന്ദ്രൻ വരെയുള്ള എഴുത്തുകാരെ എം ടിയോട് ചോദിക്കുമ്പോൾ എം ടി പറയും ഞാൻ ആരെയും കണ്ടെത്തിയിട്ടില്ല, അവരൊക്കെ വലിയ എഴുത്തുകാരാണ്. ഒരു പത്രാധിപരായി ഇരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും. പക്ഷേ അവരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് വർക്ക് ചെയ്തു പോയിരുന്നെങ്കിൽ മലയാളത്തിൽ പക്ഷേ ഒരുപാട് എഴുത്തുകാർ ഇല്ലാതായി പോകുമായിരുന്നു എന്നത് മറ്റൊരർത്ഥത്തിൽ ശരി തന്നെയാണ്. എന്തായാലും അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് എത്തുന്ന സുഭാഷ് ചന്ദ്രൻ്റെ തലമുറയിലേക്ക് എത്തുന്ന എഴുത്തുകാരിൽ ഒരാളായ ബെന്യാമിൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ്റെ എം ടി ഓർമ്മകളിലും കൂടി നമുക്ക് ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ശ്രീ എം മുകുന്ദൻ നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് കാരണമാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. അതിനുള്ള ക്ഷമാപണം ഞാൻ ആദ്യമേ തന്നെ നടത്തുകയാണ്. എം ഡിയെ അനുസ്മരിക്കാതെ എങ്ങനെയാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങാൻ കഴിയുക? എം ഡിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ലഭിച്ചു എന്നത് തന്നെയാണ്. പലപ്പോഴും ഒരു സാഹിത്യകാരൻ മരിച്ചതിന് ശേഷം പലതരത്തിലുള്ള അനുശോചന യോഗങ്ങളോ ഓർമ്മകളോ ഒക്കെ നിരന്തരം കേരളത്തിൽ നടത്തുന്നുണ്ട് എങ്കിൽ എം ഡി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന എല്ലാത്തരം ആഘോഷങ്ങളും അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നവതി പൂർത്തിയായപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കേരളത്തിലെ ഏതാണ്ട് എല്ലാ പത്രങ്ങളും മുഖപ്രസംഗം അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. 5ഓളം വാരികകൾ അദ്ദേഹത്തിൻ്റെ ഫീച്ചറുകൾ വെച്ചുകൊണ്ട് എം ഡി പ്രത്യേക പതിപ്പ് ഇറങ്ങി. നമ്മുടെ ചാനലുകൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആശംസാ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞു. എത്രയധികം സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ചർച്ചകളൊക്കെ അക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് നടത്തി. ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണവും പാഠപുസ്തകവുമായിരുന്നു എം ഡി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്താണ് എം ഡി ഇങ്ങനെ ആഘോഷിക്കപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാൽ, എം ഡി എത്തപ്പെട്ട മേഖലയിലെല്ലാം അദ്ദേഹത്തിന് പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഥയെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് ഒന്നാം തരം കഥകൾ, മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച 10 കഥകൾ എടുത്തു പറയാൻ അതിലൊന്ന് എം ഡിയുടെ ഒരു കഥയുണ്ടാവും. നോവലെടുത്താൽ അതിൽ ഒരു എം ഡിയുടെ നോവലുണ്ടാവും. തിരക്കഥയെടുത്താലുണ്ട്, സംവിധാനത്തിലുണ്ട്. പത്രാധിപരായിരുന്നപ്പോൾ മാധവൻ സാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്രാധിപരായിരുന്നപ്പോൾ, ഭരണാധിപനായിരുന്നപ്പോൾ എല്ലാ ഇടങ്ങളിലും വിജയിച്ച ഒരാളെന്ന നിലയിൽ എം ഡിക്ക് ഇത്രമേൽ ജനപ്രീതി കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. 2, നമ്മൾ ആരാധിക്കുന്ന എല്ലാ മനുഷ്യരും ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു എം ഡി. നമ്മൾ സിനിമാക്കാരെ ആരാധിക്കുന്നു, എന്നാൽ സിനിമാക്കാരെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എം ഡിയെ ആരാധിക്കുന്നു എന്ന് പറയാം. നമ്മൾ സാഹിത്യകാരന്മാരെ ആരാധിക്കുന്നു, സാഹിത്യകാരന്മാരെ ആരാധിക്കുന്നു ചോദിച്ചാൽ എം ഡിയെ. നമ്മൾ രാഷ്ട്രീയക്കാരെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഒരു എഴുത്തുകാരൻ്റെ മുമ്പിൽ ഇരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ കടന്നു വരുമ്പോൾ എഴുന്നേക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് എം ഡി മാത്രമായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കാര്യം, തിരക്കഥയുടെ കാര്യത്തിൽ സിനിമാ ലോകത്ത് അദ്ദേഹം നേടിയ ഒരു വലിയ മേൽക്കൈയുണ്ട്. മലയാള സിനിമയിൽ എം ഡിക്ക് മാത്രമേ തൻ്റെ രചനയിലെ കഥാപാത്രങ്ങൾ ആരഭിനയിക്കണം എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റെല്ലാ തിരക്കഥാകൃത്തുക്കളും എഴുതി സംവിധായകൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംവിധായകൻ തീരുമാനിക്കും ആര് വേണം, അല്ലെങ്കിൽ നിർമ്മാതാവ് തീരുമാനിക്കണം. പക്ഷേ എം ഡിയുടെ കാര്യത്തിൽ എം ഡി തീരുമാനിക്കും അതാര് വേണമെന്ന്. മേൽക്കൈ പിടുത്തം എം ഡിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഒരിക്കൽ വളരെ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ പറഞ്ഞത്, വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ അരിങ്ങോടർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ക്യാപ്റ്റൻ രാജു അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ ഉടനെ അദ്ദേഹത്തെ പറ്റില്ല, ക്യാപ്റ്റൻ രാജുവിനെ പറ്റില്ല എന്ന ചില വാദങ്ങളുണ്ടായപ്പോൾ എം ടി പറഞ്ഞു, എൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക എന്ന് പറയാം. അത്രയും വലിയൊരു ആർജവം എം ഡിയോളം മറ്റൊരു തിരക്കഥാകൃത്തിനും ലഭിച്ചിട്ടില്ല മലയാള സിനിമയിലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ
സിനിമയിലുള്ള പിടിയെ പോലെ തന്നെ സാഹിത്യത്തിൽ ഈ പറഞ്ഞതുപോലെ പത്രാധിപത്യത്തിൽ നീണ്ട 35 വർഷക്കാലം കൊണ്ട് എത്രയധികം രചനകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് എത്രയധികം പുതിയ എഴുത്തുകാരെ കണ്ടെത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ എത്തപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റെ മേൽക്കൈ കാണിച്ചു കൊടുത്ത എഴുത്തുകാരനും ഈ നാട്ടിൽ വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത, അതുവരെ എല്ലാ കാലത്തും വിചാരിച്ചത് എഴുത്തുകാരൻ ബസ് കയറിയും നടന്നും വള്ളം പിടിച്ചുമൊക്കെ വരേണ്ടവനാണ് എന്ന ഇടത്ത് നിന്ന് ഞങ്ങൾ വണ്ടി പിടിച്ചു വരും, ഞങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് മലയാള ലോകത്തിനോട് പറഞ്ഞത് എം ടിയാണ്. മാതൃഭൂമിയുടെ ഒരു പരിപാടിക്ക് ഒരിക്കൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബസ് കയറി പോയിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എം ഡി ഉണ്ടാക്കിയ ഒരു വിലയുണ്ട് എഴുത്തുകാരന്, അത് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്, വണ്ടി ചോദിക്കണം, വണ്ടി ചോദിച്ച് വേണം പോകാനെന്ന് പറയുകയാണ്. ആ വില ഉണ്ടാക്കിയത് എം ഡി ആണ് എന്നുള്ളതാണ്. അങ്ങനെ പല മേഖലകളിൽ എം ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എം ഡി ഉയർന്നു നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് അദ്ദേഹത്തിന് ഇത്രമേൽ ജനപ്രീതി ഉണ്ടാവാൻ കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ 70 തിരക്കഥകൾ, അതിൽ 30 എണ്ണത്തിന് സംസ്ഥാന അവാർഡ്, 4 എണ്ണത്തിന് ദേശീയ അവാർഡ്, സംവിധാനം ചെയ്ത ആദ്യ പടത്തിന് തന്നെ രാഷ്ട്രപതിയുടെ മെഡൽ, 25ാമത്തെ വയസ്സിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അങ്ങനെ ഒരു ഇന്ത്യൻ പ്രാദേശിക ഭാഷയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന എല്ലാ പുരസ്കാരങ്ങളും നേട്ടങ്ങളും അദ്ദേഹം കൈവരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മികവായിട്ട് ഞാൻ കാണുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മളെല്ലാവരും എം ഡിയെക്കുറിച്ച് പറയുന്നത് തീരെ സംസാരിക്കാത്ത ആൾ, വളരെ മൗനിയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് 2002 അദ്ദേഹം ബഹറിൽ വന്നപ്പോൾ വളരെ അടുത്തിരുന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ നേരം സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എത്ര തുറന്നാണ് സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, കാര്യങ്ങൾ പറയുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ വാരണാസി പ്രസിദ്ധീകരിച്ചു വന്നിട്ടില്ല, പ്രസിദ്ധീകരിക്കാനുള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ നോവലിൻ്റെ കഥ മുഴുവൻ പറയുകയാണ് നമ്മളോട്. നമ്മൾ 2-3 ചെറുപ്പക്കാർ, അന്ന് എനിക്ക് 28 29 വയസ്സ് പ്രായമേ ഉള്ളൂ. അക്കാലത്ത് അദ്ദേഹം തൻ്റെ കഥ ഈ ചെറുപ്പക്കാരായ ഞങ്ങൾ 2-3 പേരുണ്ട് ഞങ്ങളോട് പറയുകയാണ്. അന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ വീരഗാഥ നോവലാവാതെ പോയത് എനിക്ക് വലിയ സങ്കടമായി എന്ന്. വടക്കൻ വീരഗാഥ ഒരു നോവലായിരുന്നുവെങ്കിൽ കാനാതുവർത്തിയായി നിൽക്കുമായിരുന്നു, 2-ാം മൂഴം പോലെ. പക്ഷേ സിനിമയായപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പുതിയ തലമുറ എത്ര കാണുന്നുണ്ട്, ഒരു നോവലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 2 തിരക്കഥ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വിട്ടുവീഴ്ചയുടേതാണ് എന്ന ഒരു ഖേദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും പല തിരക്കഥകളും എഴുതേണ്ടിയിരുന്നില്ല എന്ന ഒരു തോന്നലുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും ഉറച്ച വിശ്വാസം ചെറുകഥകൾ മാത്രമാണ് സാഹിത്യപരമായി സമ്പൂർണ്ണതയിലെത്താൻ കുറേയെങ്കിലും കഴിയുക, നോവലിൽ പോലും അത് പലപ്പോഴും സാധ്യമാവുകയില്ല, തിരക്കഥകൾ വിട്ടുവീഴ്ചകളുടേത് മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ കുടിയിരിപ്പിൽ ഞാൻ എൻ്റെ ഒരു കഥ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വായിക്കാനുള്ള ഒരു ധൈര്യം കാട്ടി. അദ്ദേഹം പറഞ്ഞു വായിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വായിച്ച് എൻ്റെ പെൺമാറാട്ടം എന്ന് പറയുന്ന കഥയാണ്. അങ്ങനെ വായിച്ച് ഒരു 2 പേജിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കഥ ഇങ്ങ് തരൂ, ഇനി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി വായിക്കുകയും അത് വായിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല, ദീർഘകാലം പത്രാധിപരായിരുന്ന ഒരാളെന്ന നിലയിൽ, 10,000-കണക്കിന് കഥകൾ വായിച്ച ഒരാളെന്ന നിലയിൽ ഈ കഥ നല്ലതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നായിട്ട് ഞാൻ കരുതുകയാണ്. എന്നെപ്പോലൊരു ഒരു 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 സാധാരണക്കാരനായ ചെറുപ്പക്കാരനായ ഒരു കഥ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരാളോട് പോലും ആത്മവിശ്വാസം നൽകത്തക്ക തരത്തിൽ അദ്ദേഹം നൽകിയ വാക്കുകളാണ് പിന്നീട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ എന്നെ പ്രാപ്തനാക്കിയത് എന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യനെ, മനുഷ്യസ്നേഹി, നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരാളെ അല്ലെങ്കിൽ പുറത്ത് പറയപ്പെടുന്ന ഒരാളെ അല്ലാത്ത ഒരു മനുഷ്യസ്നേഹിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. 1% പോലും ഈഗമില്ലാത്ത ഒരു പത്രാധിപരെ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ള എഴുത്തുകാർ വളരണമെന്നാഗ്രഹിക്കുന്ന ഒരു സഹ എഴുത്തുകാരനെ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയും. അതിലൊക്കെ ഉപരിയായി അദ്ദേഹം ഏറ്റവും വലിയ വായനക്കാരനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കഥ പ്രസിദ്ധീകരിക്കുന്ന 25 വർഷം മുമ്പാണ്. എനിക്ക് 98 ആണ് ശിലോലിഖിതം എന്ന് പറയുന്ന കഥ
കൊച്ചുബാബയുടെ മാസികയിൽ അച്ചടിച്ചു വരുന്നത്. 25 വർഷമായി അദ്ദേഹം ഒന്നും എഴുതിയില്ല. 2000 ചെറുപുഞ്ചിരി എന്ന് പറയുന്ന സിനിമ വന്നു. അതിനുശേഷവും അദ്ദേഹം ഒന്നും എഴുതിയില്ല. പക്ഷേ ഈ 25 വർഷവും അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം വായിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ കഥകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ അഭിമുഖങ്ങളും എടുത്തു നോക്കുമ്പോൾ അറിയാം, ലോകത്ത് എവിടെയുമുള്ള ഏറ്റവും പുതിയ കഥകളെക്കുറിച്ച്, നോവലുകളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹമാണ് മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് തന്നെ ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കൃതി എന്ന് ഞാൻ വിശ്വസിക്കുന്ന റൊമൈൻ റോളിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ആദ്യമായി ഞാൻ വായിക്കുന്നത് MTയുടെ ഒരു ലേഖനത്തിലാണ്. അതിൽ അദ്ദേഹത്തോട് ആ പുസ്തകം വായിക്കണമെന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്ന് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ഊരു ചുറ്റി സഞ്ചാരി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ബഷീർ അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു കൃതി വായിച്ച് MTയോട് വാസു നീ ഇത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാർക്കേസിനെ ആദ്യമായിട്ട് മലയാളത്തിന് പരിചയപ്പെടുത്തിയത് MT ആണ്. എം കൃഷ്ണൻ നായരാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ MT ആണ് യഥാർത്ഥത്തിൽ മാർക്കേസിനെ പരിചയപ്പെടുത്തുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, കിളിവാതിലൂടെ എന്ന ലേഖന സമാഹാരം വായിച്ചാൽ നമുക്കറിയാം എത്രയധികം പുസ്തകങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, നമ്മൾ ഘോരമായ പ്രഭാഷണമൊന്നുമല്ല, വളരെ ശാന്തമായ പ്രഭാഷണം, പക്ഷേ അതിനകത്തെല്ലാം അറിവിൻ്റെ വലിയ നിറവ് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ എന്തുകൊണ്ടും ഒരു സാഹിത്യകാരന് മാതൃകയായി തീരേണ്ട ഒരാളായിരുന്നു MT എന്നാണ് എനിക്ക് തോന്നുന്നത്. MTയുടെ നഷ്ടം നമുക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തിയായിട്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിരിക്കുന്നത് എന്ന് തോന്നുകയും ചെയ്യുന്നു. നമുക്ക് ഒരു NS മാധവനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞതുപോലെ ഒരു ആന തന്നെയായിരുന്നു MT എന്നായിരുന്നു ഒരു സംശയമില്ല. പുറത്തിറങ്ങിയാൽ ഒരു നെറ്റിപ്പട്ടം കെട്ടി ആന ഇറങ്ങിയതുപോലെ തന്നെയാണ്. പത്രക്കാർ പിന്നാലെ പോകുന്നു, ഫോട്ടോഗ്രാഫർമാർ പിന്നാലെ പോകുന്നു, ആളുകൾ നോക്കി നിന്ന് പോകുന്നു. വല്ലാത്തൊരു ഭാവവും ഇരിപ്പൊക്കെയാണ്. MT ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഒരു വലിപ്പം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. 55 സ്മാരകത്തിൽ ഇരുന്നപ്പോഴായാലും ഒക്കെ. അതേപോലെ തന്നെ ഉള്ളിൽ വലിയൊരു പോരാളി കൂടിയായിരുന്നു MT. അതൊരു പക്ഷേ ആ രീതിയിൽ MTയുടെ ഒരു ആക്ടിവിസത്തെ പലരും മനസ്സിലാക്കിയിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി ആരെ സ്വീകരിക്കണം, ആരെ അകറ്റി നിർത്തണം, എങ്ങനെ നിൽക്കണം എന്നൊക്കെ നല്ല ധാരണ. അതുപോലെ 100% സെക്കുലർ എന്ന് വിളിക്കാവുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുള്ള MT ജീവിച്ചിരിക്കെ ഒരാൾ പോലും ആ മുറ്റത്തേക്ക് പോലും അടുക്കാൻ പേടിച്ചവർ. പക്ഷേ MTയുടെ മരണശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മനോരോഗ ലക്ഷണങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. ചിലർ അദ്ദേഹത്തിൻ്റെ ആ വളരെ പ്രസിദ്ധമായ സിനിമയിലെ ആ രംഗം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൽ ചില വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ ചില വിരോധങ്ങൾ കാണുക. അതേപോലെ അതിൻ്റെ വില്ലൻ കഥാപാത്രമായി വരുന്നതൊരു മുസ്ലിം കഥാപാത്രമായതുകൊണ്ട് അത് മുസ്ലിം വിരുദ്ധനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ നടത്തുന്ന ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ. ഒരുപക്ഷെ MT എന്ന അടുക്കാനാവാത്ത മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ ചില ഇത്തരത്തിലുള്ള ഞാൻ ശരിക്കും മനോരോഗം എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ചില പ്രവണതകൾ കാണുന്നുണ്ടോ? ഒരു സങ്കടം തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ? ഇത് എന്നെ വിഷമിപ്പിക്കുന്നില്ല, കാരണം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് തോന്നിയത്. പിന്നെ ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. നിർമാല്യം പുറത്തിറങ്ങിയപ്പോൾ നിർമാല്യത്തെക്കുറിച്ച് ഞാൻ MTയോട് ഒരിക്കൽ ചോദിച്ചു, അതിലെങ്ങനെ ആ തുപ്പുന്ന രംഗം ചിത്രീകരിച്ചു എന്ന്. ദേവി വിഗ്രഹം. അപ്പം അത് ഒരു ഗ്ലാസ് വച്ചിട്ടാണ് അത്ര ചെയ്തത്. അപ്പം ഈ സിനിമയിൽ പല ടെക്നിക്കും ഉണ്ട്. ഒരു ഗ്ലാസ് വച്ചിട്ടാണ് ആ പ്രസിദ്ധമായി. ഇത് അന്നത്തെ കൊണ്ടാടപ്പെട്ട സിനിമയായിരുന്നു. 2013 വരെ ദൂരദർശനിൽ, 2013 ഈ വലതുപക്ഷ ശക്തികൾ ഇന്ത്യയിൽ തലയുയർത്തി തുടങ്ങുന്നത് വരെ 2010 അല്ലെങ്കിൽ 2005 വരെ ദൂരദർശനിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നൊരു സിനിമയായിരുന്നു നിർമാല്യം. അത് പിന്നെ നിന്നുപോയി. അതിനുശേഷം ഒരു പ്രധാന പ്രശ്നം MTയെ പുകഴ്ത്തുന്നതിന് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ക്ലിക്ക് കിട്ടുന്നു അത്രയും കാശ് കിട്ടുന്നു എന്നുള്ളതാണ്.
അപ്പോൾ എം ഡിയെ പുകഴ്ത്തുക അല്ലെങ്കിൽ എം ഡിയെ അഭിനന്ദിക്കുക എന്നതിന് അധികം ക്ലിക്ക് കിട്ടില്ല. അതിന് പകരം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, അത് തന്നെയാണ് ഈ ചാനലുകൾ ചെയ്യുന്നത്, പറഞ്ഞാൽ കൂടുതൽ ക്ലിക്കുകൾ ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യത്തിലുള്ള ഒരു വളരെ അധമമായ ഉപജീവന മാർഗമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചിലർ കാശിന് വേണ്ടിയാണെങ്കിൽ മറ്റു ചിലരെ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്. അതിൽ നമുക്കധികം വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷേക്സ്പിയറൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു വില്യം ഗ്രീൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വില്യം ഗ്രീൻ ഷേക്സ്പിയറെ തുടർച്ചയായിട്ട് ചീത്ത പറഞ്ഞിരുന്നു. ഇന്ന് വില്യം ഗ്രീന് ആരെങ്കിലും അറിയുന്നത് ഷേക്സ്പിയറുടെ ജീവചരിത്രത്തിലെ ഒരു അടിക്കുറിപ്പായിട്ടാണ്. ഇത് ലോക സമൂഹത്തിൽ ഇതെവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തീവ്രമായ വലതുപക്ഷം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൻ്റെ പ്രതിസ്പന്ദങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിൽ പിടിച്ചു കുലുക്കുന്നതായ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എം ഡിയെ തുടർച്ചയായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു മുതിർന്ന മലയാളം എഴുത്തുകാരനുണ്ടായിരുന്നു. വളരെ കാലമായിട്ട് എം ഡിയെ എല്ലാ ആഴ്ചയും ചീത്ത പറഞ്ഞിരുന്ന. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം നിശബ്ദനായിരുന്നു. ഒടുവിൽ ആരാന്നറിയില്ല, ഒരാൾ ചോദിച്ചു എം ഡിയുടെ എന്താ സംഭവിക്കുന്നത്. പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് നടക്കണം, തല കുനിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇഴജന്തുക്കളെ കാണുമെന്ന്. ഇതായിരിക്കും എം ഡി ഇപ്പം ആത്മാവ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ എം ഡി ഈ സമയത്ത് ചിന്തിക്കുന്നത്. നമുക്ക് എം ടിയെ കുറിച്ചുള്ള ഈ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ സെഷനോട് അവസാനിപ്പിക്കാം. എന്ന എഴുത്തുകാരൻ, എം ടി എന്ന ഏറ്റവും പുതുക്കിക്കൊണ്ടിരുന്ന വായനക്കാരൻ, ഒരുപക്ഷെ ഇവിടെ പറയാതെ പോയൊരു കാര്യം, ഏറ്റവും ഗംഭീരമായ സംഗീതാസ്വാദകൻ കൂടിയായിരുന്നു എം ടി എന്നാണ്. ലോകത്തിൻ്റെ പല മൂലകളിലുള്ള സംഗീതത്തെക്കുറിച്ച് പോലും വളരെ വലിയ ആഴത്തുള്ള ധാരണ ഉണ്ടായിരുന്ന ആളായിരുന്നു എം ടി. അങ്ങനെ പല മേഖലയിലുള്ള എം ടി എത്രമാത്രം കരുതലോടുകൂടി തൻ്റെ ഇടത്തോടു കൂടിയാണ് ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സ്വഭാവത്തെ പോലും പ്രതിരോധിച്ചതെന്നുകൂടി പറയുമ്പോഴാണ് ആ അനുസ്മരണം പൂർണ്ണമാവുക എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ NS മാധവനോട് ആ ചോദ്യം കൂടി ഇവിടെ ചോദിച്ചത്. അത് ചോദിക്കാതെ പോയാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഒട്ടും കാര്യമില്ലാത്ത ഈ പറഞ്ഞ മനോരോഗതുല്യമായ വാക്കുകളാണെങ്കിൽ പോലും അതിനെ ഈ ഫെസ്റ്റിവലിലെ ഓർമ്മ പുതുക്കലിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകരുത് എന്നതുകൊണ്ടാണ് അതിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചത്. എം ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ ഓർമ്മപ്പൂക്കളും വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.